വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മാളുവിൻ്റെ പിറന്നാൾ പ്രമാണിച്ച് നമ്മളെല്ലാവരും കൂടി ഒന്ന് തറവാട്ട് വീട്ടിലേക്ക് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം എന്ന് കറക്റ്റ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ജൂലൈ 18 മാളുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എനിക്കും കുഞ്ഞൊക്കെ പനിയായിട്ട് കുറച്ച് സൈഡായി പോയി, അതുകൊണ്ട് എഡിറ്റ് ചെയ്തിടാൻ ലേറ്റായി പോയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. കുറേ ആയി കേട്ടോ അങ്ങോട്ടേക്ക് ഒന്ന് പോയിട്ട്, അതുകൊണ്ട് തന്നെ ആരും കയ്യിൽ പോകുന്നുണ്ടായിരുന്നില്ല കുഞ്ഞൂസും കൊണ്ടൂസും. അവരാണെങ്കിൽ ഇവരെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കൊതിച്ചു നിൽക്കുമായിരുന്നു. എന്താ ചെയ്യുക. പോയ ഉടനെ നെയ്ച്ചോറാക്കാനുള്ള പരിപാടി മാമിയും ബിബേറിനോട് സ്റ്റാർട്ട്. മാമി പോയിട്ട് വൃത്തികെട്ട അരിയും മേടിച്ചു, ഞാൻ നെയ്ച്ചോറ് ഫെയിലാവും. നെയ്ച്ചോറ് ഉണ്ടാക്കാനായാലും കഴിക്കാനായാലും ഒരേപോലെ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ബിബിയേട്ടൻ. അപ്പം മാമി വാങ്ങിയിട്ട് വന്ന അരി കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് മാമിക്ക് അത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു സ്വസ്ഥതയും കൊടുത്തിട്ടുണ്ടായില്ല കേട്ടോ. ഞാനൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കി തന്ന ഒരു കുറ്റും കുറവും പറയാണ്ട് ഇരുന്ന് കഴിച്ചോളും. അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇങ്ങനെയൊക്കെയോ കുഞ്ഞിനെ സോപ്പിട്ട് കുപ്പിയിലാക്കി കൈമലാക്കിയിട്ടുണ്ട് കേട്ടോ അമ്മമ്മ. ചെടി എന്ന് വെച്ചാൽ ഭയങ്കര പ്രാന്തുള്ള ഒരാളാണ് കേട്ടോ എൻ്റെ അമ്മമ്മ. അപ്പൊ വീട്ടിന്റെ മുറ്റം നിറയെ ചെടി വെച്ചാൽ കൂടാണ്ട് ഇപ്പൊ റോട്ടുമ്പിലേക്കും കൂടി ഇറങ്ങി നിറച്ചും ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അമ്മമ്മ. എല്ലാം ഉറക്കായിരുന്നു കേട്ടോ ഉണ്ടൂസ്. ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേനും അമ്മേനെയും കാണുന്നില്ല, നമ്മളെ വീടും അല്ല, ആകെ മൊത്തം പേടിച്ചു പോയി കേട്ടോ ഉണ്ടൂസ്. പുറത്തെ ചുറ്റുതിരിയലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും മാളുവിന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ പെട്ടെന്ന് തന്നെ കേക്കൊക്കെ മുറിക്കാന്നൊക്കെ വിചാരിച്ചു കേക്കൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കുഞ്ഞൂസിനെയും ഉണ്ടൂസിനെയും ഒരുമിച്ച് നിർത്തിയിട്ട് കേക്ക് മുറിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് കേക്ക് മുറിക്കാൻ പോയപ്പോഴത്തേനും ദാ കിടക്കണം കുഞ്ഞൂസ് കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും പോലെ. പിന്നെ കുഞ്ഞൂസിനെ നൈസായിട്ട് അങ്ങോട്ട് സൈഡാക്കി ഇരുത്തി കുണ്ടൂസിനെയും കൊണ്ട് കേക്ക് മുറിച്ചു കേട്ടോ മാളു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുഞ്ഞൂസിന് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഓക്ക് ഓളേതായ കളി കാര്യങ്ങൾ അതിലൊക്കെയാണ് ഓള് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് കേട്ടോ. ഓക്ക് മധുരത്തോടും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഉണ്ടൂസ് അങ്ങനെയല്ല. കേക്ക് കണ്ട് അവിടെ കമിഴ്ന്ന് വീഴും നമ്മുടെ ഉണ്ടൂസ്. ആ കേക്ക് അവിടുന്ന് മാറ്റം വരും ഉണ്ടൂസ് അതിനകത്തൊന്ന് കണ്ണെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആരൊക്കെ കേക്ക് വായിൽ വെച്ച് കൊടുക്കും അന്നേരമൊക്കെ വായിൽ തുറന്നിട്ട് ഒക്കെ അകത്താക്കിയിട്ടുണ്ട് ഉണ്ടൂസ്. കേക്ക് കട്ട് ചെയ്ത് ആർക്ക് കൊടുക്കാൻ പോകുമ്പോഴും വായി തുറക്കുന്നത് ഉണ്ടൂസാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മാളുവിന് എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്തൊരു വീതം ഉണ്ടൂസിനും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കൊടുത്തുകൂടാ കേക്ക് കുഞ്ഞു പിള്ളേർക്കൊന്നും. പക്ഷെ എന്താ ചെയ്യുക, ആര് മാളുവിന് കേക്ക് വായിൽ വെച്ച് കൊടുത്താലും അതും നോക്കി വെള്ളമിറക്കി നിൽക്കും. അപ്പൊ എങ്ങനെയാ അവൾക്ക് കൊടുക്കാതിരിക്കുക. അവസാനം സഹിയിട്ട് മാമി മാളുവിന്റെ കയ്യിൽ നിന്ന് ഉണ്ടൂനെ അങ്ങോട്ട് എടുത്തു കേട്ടാ. ഏറ്റവും ലാസ്റ്റ് മാളുവിന് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു വിബിയേട്ടനാണ് കേട്ടോ. വായിൽ വെച്ചോടെ മാളുവിനെ മുന്നേ കണ്ട വിബിയേട്ടൻ ഏറ്റവും ഫസ്റ്റ് ചിന്തിക്കില്ല അവളെ എങ്ങനെയൊക്കെ ദേഷ്യം പിടിപ്പിക്കുക അടി കൂടാ എന്നൊക്കെയാണ് കേട്ടോ. ഇതാണ് കേട്ടോ അവിടുത്തെ പൂജാമുറി. വളരെ ചെറുതാണെങ്കിലും നല്ല ഐശ്വര്യം കേട്ടോ കാണാൻ. പണ്ട് തൊട്ടേ അമ്മമ്മക്കുള്ള ഒരു ശീലമാണ് കേട്ടോ രാവിലെ അടിച്ച് തെളിച്ച് വിളക്കൊക്കെ കത്തിച്ച് അതിന് മുന്നിൽ പൂ ഇടുന്നത്. പരിപാടിയൊക്കെ കഴിഞ്ഞ് മാമി കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഫുഡ് കഴിക്കേണ്ട പരിപാടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എല്ലാവരും ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെക്കുകയാണ് മാമി. നെയ്ച്ചോറ്, ചിക്കൻ കറി, ചള്ളാസ്, അച്ചാറൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അച്ചാറ് കടയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഇത് അവിടുത്തെ ഷോക്കേസ് ആണ് കേട്ടോ. ഇതൊക്കെ എന്റെ മാമന് അവിടുന്ന് ഓരോന്നിനും കിട്ടിയ മൊമെന്റോസ് ആണ് കേട്ടോ. പോയി കുറച്ച് കഴിഞ്ഞ് പിള്ളേരൊക്കെ വന്നപ്പോഴത്തേനും ഉണ്ടൂസ് മുഞ്ഞൂസ് അവിടെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാള് വെറുതെ വന്ന് ഉണ്ടൂന്റെ മടിയിൽ കിടന്ന് നോക്കിയതായിരുന്നു. പിന്നെ അവളെ കൊന്നു വിട്ടനെ. പിറന്നാളായിട്ട് അവളുടെ തല തിരിച്ചു കിട്ടിയത് ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. കഴിഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടാ. ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വിശക്കുന്നത് പറഞ്ഞിട്ട് പിള്ളേരെ പുറം തന്നെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേട്ട്. പിന്നെ അവിടെ നടന്നത് കുഞ്ഞൂസിന്റെ കലാപരിപാടികളായിരുന്നു കേട്ടോ. മുട്ടിലഴയാൻ തുടങ്ങിയ പിന്നെ മടിയിലിരിക്കുന്ന പരിപാടിയില്ലായിരുന്നു കുഞ്ഞൂസിന്. ഇതിലെ ഇങ്ങനെ മുട്ടിലഴിഞ്ഞ് നടന്നോള്, അതായിരുന്നു അവൾക്ക് ഇഷ്ടം. അവളുടെ മെയിൻ ഹോബി സ്റ്റെപ്പ് കയറുക, പടി കടന്ന് പുറത്തു പോവുക, ഇതൊക്കെയാണ് കേട്ടോ. ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്ന ഒരു അച്ഛനുമാണ്. കുണ്ടൂസിന് പിന്നെ പെരങ്ങി പോകാനൊന്നും അറിയില്ല കേട്ടോ. ഇരുത്തിയെടുക്കാം. പിന്നെ സെറ്റിയൊക്കെ പിടിച്ച് അത്യാവശ്യം പിടിച്ച് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് നമുക്കൊരു ആശ്വാസമാണ് കേട്ടോ. രണ്ടാളും ഒരേപോലെ ഇങ്ങനെ എഴയാനും പിടിക്കാനോ എവിടെയും പോകാനും തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതാവും അവരെ. ശരിക്കും പറഞ്ഞാൽ ഇവരെ ചെറുപ്പായിരിക്കും നമ്മൾ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് വലുതായിനെങ്കിലും, ഒന്ന് മുട്ടലഴയാൻ തുടങ്ങിയെങ്കിലും, ഒന്ന് എണീറ്റ് നടക്കാൻ തുടങ്ങിയെങ്കിലൊക്കെ. പക്ഷെ ആ ഒരു സമയം വന്നപ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തലക്ക് ചുറ്റും കണ്ണു വേണ്ടുന്ന ഒരു സമയം ഇത്. അവരെന്തൊക്കെ ഒപ്പിക്കുന്നില്ല പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ
വളരെ ചെറിയ രീതിയിൽ മാളുവിന്റെ പിറന്നാളൊക്കെ ആഘോഷിച്ചു കേട്ടോ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഒത്തുകൂടാനൊക്കെ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.